ഫ്രണ്ട്സ്, ഓപ്ഷൻ ലെസണിലെ കോമ്പിനേഷനാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ 2 കോമ്പിനേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത നെക്സ്റ്റ് കോമ്പിനേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ മൂന്നാമത്തെ വരുന്നതാണ് സ്ട്രാപ്പ്. സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് സ്റ്റോക്ക് ടു മൂവ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ എയ്തർ ഡയറക്ഷൻ. അവിടെ പ്രോബബിലിറ്റിയും വോളറ്റിലിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് അപ്വേർഡോ അതല്ലെങ്കിൽ ഡൗൺവേർഡോ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സാണ് മെയിനായിട്ട് സ്ട്രാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ദ ഇൻവെസ്റ്റർ ബൈ 2 കോൾ ഓപ്ഷൻ, 2 കോൾ ഓപ്ഷനും 1 പുട്ട് ഓപ്ഷനും, അത് സെയിം സ്ട്രൈക്ക് പ്രൈസും സെയിം മെച്യൂരിറ്റിയോടും കൂടിയിട്ടുള്ള 2 കോൾ ഓപ്ഷനും 1 പുട്ട് ഓപ്ഷനും കൂടെയുള്ള കോമ്പിനേഷൻ സ്ട്രാറ്റജിയാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ബൈയിങ് 2 കോൾ ആൻഡ് 1 പുട്ട് ഓഫ് ദ സെയിം സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് എക്സ്പയറി ഈസ് കാൾഡ് സ്ട്രാപ്പ്. അതിനെയാണ് നമ്മൾ സ്ട്രാപ്പ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ വരുന്നത് 2:1 ആണ്. 2 ബൈ കോൾ ഓപ്ഷനും അതേപോലെ തന്നെ 1 ബൈ പുട്ട് ഓപ്ഷനുമാണ് വരുന്നത്. സ്ട്രാപ്പിലെല്ലാം തന്നെ ATM ഓപ്ഷനിലാണ് പർച്ചേസ് നടക്കുന്നത്. അവിടെ ഇങ്ങനെ 2, 3, അതായത് ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിലും ശരി പുട്ട് ഓപ്ഷൻ ആണെങ്കിലും ടോട്ടൽ കോമ്പിനേഷൻ വരുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് 3 എണ്ണം ഉണ്ടായിരിക്കും. ഈ 3 എണ്ണവും അവർ ഏതിലാണ്? ATMലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ മാക്സിമം ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു നെറ്റ് പ്രീമിയം പെയ്ഡ്. ഈ മൊത്തം കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷൻ്റെയും ബൈ ഒക്കെ അത് റൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മാക്സിമം എത്രയാണോ പ്രീമിയം പെയ്ഡ് ചെയ്യേണ്ടി വരുന്നത് അതാണ് ഈ ഒരു കോമ്പിനേഷനിലെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് പ്രൈസിൻ്റെ മാർക്കറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ഡബിൾ ഓൺ 2 കോൾ വിൽ ബിക്കെയിം ഇൻ. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ഇങ്ങനെ ഗെയിൻ അതല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റും കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും, ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ആ ലോസ് ലിമിറ്റഡ് മാക്സിമം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ഈ ഒരു കോമ്പിനേഷനിൽ പ്രീമിയം പേ ചെയ്യുന്നത് അത്രമാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ. ഇതിൽ നമ്മൾ ഇനി ബ്രേക്ക് ഈവൻ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ 2 ബ്രേക്ക് ഈവൻ പോയിൻ്റ് തന്നെയാണ് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇതിലും വരുന്നത്. ഒന്ന് അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് വരുന്നുണ്ട്, മറ്റൊന്ന് ലോവർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് വരുന്നുണ്ട്. ഇതിലെ അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാണുന്നത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് കോൾ ഓർ പുട്ട് പ്ലസ് നെറ്റ് പ്രീമിയം പെയ്ഡ് ഡിവൈഡഡ് ബൈ 2. 2 കോൾ ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്പർ BP കാണുന്ന സമയത്ത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് കോൾ ഓർ പുട്ട് ഓപ്ഷൻ പ്ലസ് നെറ്റ് പ്രീമിയം പെയ്ഡ് ഡിവൈഡഡ് ബൈ 2. ഇന്നലെ നമ്മൾ ബോർഡിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നെറ്റ് പ്രീമിയം എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ എമൗണ്ട് കിട്ടിയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് സെയിം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എമൗണ്ട് എക്സാമ്പിളായിട്ട് വെച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രോബ്ലംസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പേപ്പറല്ല, അതുകൊണ്ട് പ്രോബ്ലം 1 by 1 ചെയ്ത് തരുന്നില്ല. അപ്പോൾ തിയറി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അപ്പർ BP കാണുന്ന സമയത്ത് സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് നെറ്റ് പ്രീമിയം ഡിവൈഡഡ് ബൈ 2. ഇനി ലോവർ ബ്രേക്ക് ഈവൺ ആണ് കാണുന്നതെങ്കിൽ അവിടെ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് കോൾ ഓർ പുട്ട് ഓപ്ഷൻ മൈനസ് നെറ്റ് പ്രീമിയം പെയ്ഡ്. ഓക്കെ, ഇങ്ങനെയാണ് സ്ട്രാപ്പിൻ്റെ ആ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സ്ട്രാപ്പിൽ നമുക്ക് ഇതാരാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദ ട്രേഡർ തിങ്ക് ദാറ്റ് ദ അണ്ടർലൈങ് സ്റ്റോക്ക് പ്രൈസ് വിൽ എക്സ്പീരിയൻസ് സിഗ്നിഫിക്കൻറ്റ് വൊളാറ്റിലിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ ആൻഡ് ഈസ് മോർ ലൈക്ലി ടു മൂവ് അപ്വേർഡ്. ഒരു ബുള്ളിഷ് മൈൻഡോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ മൂവ് അപ്വേർഡ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള ട്രേഡേഴ്സ് തന്നെയാണ്. പക്ഷേ അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്കറ്റ് ചേഞ്ച് അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? സിഗ്നിഫിക്കൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സാണ് മെയിനായിട്ട് ഈ സ്ട്രാപ്പിൻ്റെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള ഒരു കോമ്പിനേഷൻ നോക്കാനുള്ളത് സ്ട്രിപ്പാണ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസർ, അതായത് ആരാണോ ഇവിടെ ഇൻവെസ്റ്ററായിട്ട് വരുന്നത് അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ദർ വുഡ് ബി എ ബിഗ് പ്രൈസ് ചേഞ്ച്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചസ് അല്ല, ഇവിടെ ഒരു ഹൈ ആയിട്ട് വലിയ രീതിയിലുള്ളൊരു പ്രൈസ് ചേഞ്ചസ് മാർക്കറ്റിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന കോമ്പിനേഷനാണ് സ്ട്രിപ്പ് കോമ്പിനേഷൻ. ഈ ഒരു സ്ട്രിപ്പിൻ്റെ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് 1 കോൾ ഓപ്ഷനും 2 പുട്ട് ഓപ്ഷനുമാണ്. 1 കോൾ ഓപ്ഷനും 2 പുട്ട് ഓപ്ഷനും. അപ്പോൾ ഒരു സ്ട്രിപ്പ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പേഴ്സൺ എന്ത് ചെയ്യണം? ബൈയിങ്
1 call and 2 put. ഇഫ് മാർക്കറ്റ് മൂവ് ഡൗൺ ഹീ ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഡൗൺ ആയി പോകും തോറും, അതായത് മാർക്കറ്റിലെ നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ എത്രയാണോ എഗ്രി ചെയ്തത് അതും സ്പോട്ട് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രൈക്ക് പ്രൈസ് മൂവ് ഡൗൺ ആണെങ്കിൽ അയാൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു മോഡിഫൈഡ് ആയിട്ടുള്ള ഓപ്ഷൻ കോമ്പിനേഷനാണ്. അതേപോലെ ബിയറിസ് വേർഷനാണ് എന്ന് കൂടെ പറയാം. സ്ട്രാഡിലിൻ്റെ, ഇതിന് മുന്നേ നമ്മൾ പഠിച്ച സ്ട്രാഡിലിൻ്റെ ഒരു ബിയറിഷ് വേർഷനാണ് സ്ട്രിപ്പ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോമ്പിനേഷൻ വരുന്നത് ബൈയിങ് 1 കോൾ ഓപ്ഷൻ ആൻഡ് ബൈ 2 പുട്ട് ഓപ്ഷൻ, രണ്ടും ATM സ്ട്രാറ്റജിയിൽ തന്നെയായിരിക്കും. ഇനി ഇവിടെ ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിരിക്കും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ദെൻ ലോസ് എന്ന് പറയുന്നത് മാക്സിമം ലോസ് ലിമിറ്റഡ് ആണ്. ഈ മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നെറ്റ് പ്രീമിയം പെയ്ഡ് പ്ലസ് കമ്മീഷൻ പെയ്ഡ്. അപ്പോൾ ഒരു കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടൊക്കെ അയാൾക്ക് എമൗണ്ട് സ്പെൻഡ് ഇനീഷ്യൽ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് മാത്രമാണ് അയാൾക്ക് അവിടെ ഇങ്ങനെ ലോസ് ആയിട്ട് വരുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും ആ ഒരു മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട്. ഇതിവിടെയും 2 ബ്രേക്ക് ഈവൻ പോയിൻറ്റുകളാണ് വരുന്നത്, അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻറ്റും അതേപോലെ തന്നെ ലോവർ ബ്രേക്ക് ഈവൻ പോയിൻറ്റും. അപ്പർ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് കോൾ ഓർ പുട്ട് ഓപ്ഷൻ പ്ലസ് നെറ്റ് പ്രീമിയം പെയ്ഡ്. ഇതേപോലെ ലോവർ BP, ലോവർ ബ്രേക്ക് ഈവൻ കാണുന്നത് സ്ട്രൈക്ക് പ്രൈസ് ഓഫ് കോൾ ഓർ പുട്ട് മൈനസ് നെറ്റ് പ്രീമിയം പെയ്ഡ് ഡിവൈഡഡ് ബൈ 2, നെറ്റ് പ്രീമിയം പെയ്ഡ് ബൈ 2. ഈ രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് സ്ട്രിപ്പിൻ്റെ ലോവർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാണുന്നത്. ഇവിടെ പ്രൈസ് ഗോസ് ഡൗൺ, അതായത് ഇപ്പോൾ നമ്മുടെ അടുത്ത ആ ഒരു സ്ട്രാറ്റജിയിലെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ 2 പുട്ട് ഓപ്ഷൻ ബിക്കെയിം ഇൻ ദ മണി. അപ്പോൾ അത് ATMലാണ് സ്ട്രാറ്റജി എങ്കിലും പ്രൈസ് ഗോയിങ് ഡൗൺ ആണെങ്കിൽ ആ പുട്ട് ഓപ്ഷൻ്റെ സ്ട്രാറ്റജി എന്തായിട്ട് മാറുകയാണ്, ഇൻ ദ മണി ഓപ്ഷനിലേക്ക് പോവുകയാണ്, ITMലേക്ക് മാറുകയാണ്. ഇനി പ്രൈസ് ഗോ അപ്പ്, പ്രൈസ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ 1 കോൾ ബിക്കെയിം ഇൻ ദ മണി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കോൾ ഓപ്ഷൻ എന്തായിട്ട് മാറുകയാണ്, ATM എന്നുള്ളത് ഇൻ ദ മണി ITM ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എത്രയാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ പറയാനുള്ളത്. ഈ ഒരു സ്ട്രാറ്റജി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ട്രേഡർ തിങ്ക് ദാറ്റ് അണ്ടർലൈൻ സ്റ്റോക്ക് വിൽ എക്സ്പീരിയൻസ് സിഗ്നിഫിക്കൻറ്റ് വോളാറ്റിലിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ ആൻഡ് ഈസ് മോർ ലൈക്ലി ടു ഫാൾ ഡൗൺ ഇൻസ്റ്റെഡ് ഓഫ് റൈസിങ്. അതായത് പ്രൈസ് മാർക്കറ്റിൽ കുറയും എന്നുള്ള ഒരു ബിയറിഷ് വേർഷൻ ചിന്തിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സാണ് മെയിനായിട്ട് ഈ ഒരു സ്ട്രിപ്പ് ഉപയോഗിക്കുന്നത്. സ്ട്രാപ്പ് നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളൂ. അവിടെയും സിഗ്നിഫിക്കൻറ്റ് വോളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷേ അവിടെ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്വേർഡ് മൂവ്മെൻ്റ് ആയിരിക്കും. സ്റ്റോക്ക് പ്രൈസിലെ അപ്വേർഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകളാണ് സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, അതായത് പ്രൈസിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയും എന്ന രീതിയിൽ ചിന്തിക്കുന്ന ബിയറിഷ് ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് സ്ട്രിപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സ്ട്രാറ്റജി നമ്മളിപ്പോൾ ഗ്രാഫിലേക്ക് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഒരു ഏകദേശം നമ്മൾ ഗ്രാഫിക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കിട്ടുന്ന രൂപം ഇങ്ങനെയായിരിക്കും, സ്ട്രാപ്പും സ്ട്രിപ്പും. ഇതാണ് മെയിനായിട്ട് ഇവിടെ കോമ്പിനേഷൻ മനസ്സിലാക്കുക. രണ്ടും ATMൽ തന്നെയാണ്. ഒന്ന് ബിയറിഷ് മൈൻഡ് ആയിട്ടുള്ള ആളും ഒന്ന് ബുള്ളിഷ് മൈൻഡ് ആയിട്ടുള്ള ആളുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഇന്നലത്തെ തന്ന പോലെ ഷോർട്ട് ആക്കിയിട്ട് തന്നെ എഴുതി വെക്കുക. ഡീറ്റെയിൽഡായിട്ട് നോട്ട് വേണ്ട. ഡീറ്റെയിൽ ആകുമ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ട് പോവുള്ളൂ. അപ്പോൾ അറ്റ് എ ഗ്ലാൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഭയങ്കര ഷോർട്ടാക്കിയിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ രീതിയിൽ പോയിൻറ്റ്സുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.